നമ്മൾ നേരത്തെ എന്താ പ്രൂവ് ചെയ്തേ, ഒരു സീറോ ഡിവൈസ് ഇല്ലാത്ത സ്ഥലത്ത് എന്താണുള്ളത്, ക്യാൻസലേഷനിലോ ഹോൾഡ് ചെയ്യണത് അല്ലേ. സോ നമ്മൾ ആലോചിക്കുകയാണ്, സപ്പോസ് ആർ ഈസ് എ റിംഗ് വിത്ത് നോ ഡിവൈസസ് ഓഫ് സീറോ. ഒരു ആർ എന്നൊരു റിംഗ് എടുത്തിട്ടുണ്ട്, ഇതിലെന്തില്ല തൽക്കാലം നോ സീറോ ഡിവൈസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ AX = B എന്നൊരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതിനെന്തുണ്ടാവുള്ളൂ, യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? ഒരു രണ്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാളെന്താ AX1 = B ആണ്, ഈക്വൽ ടു സം AX2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താർത്ഥം, ഒരു X1 സൊല്യൂഷനും ഉണ്ട്, X2 സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ എന്താ, ഇതെന്ന് എന്ത് പറയാൻ പറ്റും, AX1 = AX2 ആണ് അല്ലേ. ഇതൊരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് എന്താണ്, എങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു എന്താ, ദിസ് ഈസ് A × X1 - X2 = എന്താ 0 എന്ന് പറയാം അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ എന്താവണം, ഒന്നുകിൽ A 0 ആവണം, അല്ലെങ്കിൽ X1 - X2 എന്തായിരിക്കണം 0 ആവണം. A ≠ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി X1 = എന്തായേ പറ്റുള്ളൂ, X2 ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് A ≠ 0 ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ AX1 = AX = Bക്ക് എന്തേ ഉള്ളൂ, യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ. ഇതേ സ്ഥലത്തെ നടക്കുള്ളൂ, റിംഗ് വിത്ത് നോൺ സീറോ ഡിവൈസസ് ഉള്ള സ്ഥലത്താണ് എന്ത് ചെയ്യത് നടക്കുക. അതേപോലെ ഇവിടെ ഒരു ഇൻവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. A ≠ 0 ആണ്, മാത്രമല്ല എയുടെ ഇൻവേഴ്സ് റിങ്ങിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, AX = Bക്ക് യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ, യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ. മാത്രമല്ല സൊല്യൂഷൻ ആരായിരിക്കും, X = A ഇൻവേഴ്സ് B ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ആലോചിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഒരു സാധാരണ രീതിയിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ x² - 5x + 6 എടുത്തപ്പോൾ നമ്മൾ Z നോക്കിക്കഴിഞ്ഞാൽ അതിനെന്തേ ഉള്ളൂ, രണ്ട് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. സിയിൽ നോക്കിയാലും രണ്ട് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. ആ റിയൽ നമ്പേഴ്സ് നോക്കിയാലും രണ്ട് സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. കാരണം സെഡും സിയും ആറും ഒക്കെ റിംഗ് വിത്ത് നോ സീറോ ഡിവൈസസ് ആണ്. പക്ഷേ സെറ്റ് 12 നോക്കിയപ്പോൾ എന്താ കണ്ടു, അതിൽ 4 or 5 സീറോസ് അതിനകത്ത് ആർക്കുണ്ട്, x² - 5x + 6 ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം ആലോചിക്കുക. നമ്മുടെ പോളിനോമിയൽ A0 + A1x + etc. AnX⁴n എന്ന് പറഞ്ഞ n ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് എത്ര സീറോസ് ഉണ്ടാവുക, അറ്റ്മോസ്റ്റ് n സീറോസ് ആണ് ഉണ്ടാവുക. എവിടെ, റിംഗ് വിത്ത് നോൺ സീറോ ഡിവൈസസ് ഉള്ള സ്ഥലത്ത്. ഓക്കെ, റിംഗ് വിത്ത് നോൺ സീറോ ഡിവൈസസ് അല്ലെങ്കിൽ റിംഗ് വിത്ത് നോ സീറോ ഡിവൈസസ് ഉള്ള സ്ഥലത്ത്. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, ഇൻറ്റഗ്രൽ ഡൊമൈൻ. അപ്പോൾ ഇൻറ്റഗ്രൽ ഡൊമൈൻ ആരാ, റിംഗ് വിത്ത് നോ സീറോ ഡിവൈസസ് എന്ന് വെച്ചാൽ ഒരാൾ R എന്ന് പറഞ്ഞ ആൾ ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ ആറിനകത്തുള്ള AB = 0 ഇംപ്ലൈസ് എന്തായിരിക്കണം, A = 0 or B = 0 എന്ന് വെച്ചാൽ നോൺ സീറോ എലമെൻസിൻ്റെ പ്രൊഡക്റ്റ് ഒരിക്കലും എന്താവില്ല, സീറോ ആവില്ല. എവിടെ, ഇൻറ്റഗ്രൽ ഡൊമൈനകത്ത്. ഓക്കെ, സോ ഇൻറ്റഗ്രൽ ഡൊമൈനിലെ എക്സാമ്പിൾസ് കാണാം. എന്താ, Z രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് mn = 0 വരണമെങ്കിൽ എന്ത് സംഭവിച്ചേ പറ്റുള്ളൂ, ഒന്നെങ്കിൽ m = 0 ഓർ n = 0 ആയേ പറ്റുള്ളൂ അല്ലേ. സിമിലർലി റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇവരൊക്കെ എന്താണ്, ഇവരെല്ലാവരും എന്താണ്, ഇൻറ്റഗ്രൽ ഡൊമൈനാണ് അല്ലേ. അതിനൊപ്പം തന്നെ നമ്മൾ കണ്ടു നേരത്തെയുള്ള Zn എപ്പോഴാണ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവുക നമ്മൾ കണ്ടു അല്ലേ. Znകത്തുള്ള സീറോ ഡിവൈസസ് ആരാ, എന്നിൻ്റെ ഡിവൈസേഴ്സ് ആണെന്ന് കണ്ടു അല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊറോളറി ഉണ്ടായിരുന്നു, എന്ത്, ZP ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ടാവില്ല, നോ സീറോ ഡിവൈസസ്. അല്ലെങ്കിൽ ZP എന്താണപ്പോൾ, ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ പറയാൻ പറ്റുക, നമ്മുടെ Z3, Z5, Z7 അങ്ങനെയുള്ള എല്ലാ ZP വേർ P ഈസ് എ പ്രൈം ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്താണ്, ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഈ റിസൾട്ട് ഒന്നുകൂടി ഫൈൻ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും,
ഫൈനൈറ്റ് ആയിട്ടുള്ള എവറി ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. നമ്മൾ ഫീൽഡ് നേരത്തെ കണ്ടിരുന്നു. ആ ഫീൽഡിൻ്റെ ഡെഫിനിഷനിൽ എന്ത് വരുന്നത്, അതായത് സെറ്റ് പി എന്താണെന്ന് നമുക്കറിയാം. സെറ്റ് പി വിത്ത് മൾട്ടിപ്ലിക്കേഷൻ പി ആൻഡ് അഡീഷൻ പി പ്രകാരം എന്താണ് ഒരു ഫീൽഡ് ആവുന്നുണ്ട് അല്ലേ. നമ്മൾ പറയാൻ പോകുന്നത് എവരി ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ പ്രൂവ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുന്നു. സപ്പോസ് ആർ ഈസ് എ റിംഗ് വിത്ത് നോ സീറോ ഡിവൈസസ് AX ഈക്വൾ ടു ബി ആൻഡ് A നോട്ട് ഈക്വൾ ടു 0 ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഈ കേസിൽ AX1 ഈക്വൾ ടു X ഇങ്ങനെയാണെന്ന് വെച്ചാൽ AX1 ഈക്വൾ ടു X2 എന്ന് എടുക്കാം. ദാറ്റ് മീൻസ് X1 ഈക്വൾ ടു X2 എന്ന് കിട്ടും. ഇനി അതിനകത്ത് A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ സൊല്യൂഷൻ ആരായി മാറും? AX ഈക്വൾ ടു ബിയുടെ A ഇൻവേഴ്സ് B ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആൻഡ് ഇൻറ്റിജേഴ്സ് ആർ റിയലി അവർ മോസ്റ്റ് ഫെമിലിയർ നമ്പർ സിസ്റ്റം. In terms of the algebraic properties we are discussing, set is a commutative ring with no zero divisors. നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള എക്സാമ്പിൾ അപ്പോൾ ആരാണ്? Z ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഡൊമൈൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഡെഫിനിഷൻ 19.6. An integral domain is a commutative ring with unity 1 not equal to 0 and containing no divisors of 0. എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് രണ്ട് നോൺ സീറോ എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് ഒരിക്കലും എന്താവാൻ പാടില്ല? 0 വരാൻ പാടില്ല. ദാറ്റ് മീൻസ് എന്താ വേണ്ടത്? AB ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എന്തായിരിക്കണം? ഒന്നെങ്കിൽ A ഈക്വൽ ടു 0 ഓർ എന്തായിരിക്കണം? B ഈക്വൽ ടു 0 ആയിരിക്കണം. അങ്ങനെയുള്ള കേസാണ് ആളെയാണ് നമ്മൾ വിളിക്കുക ഇൻ്റഗ്രൽ ഡൊമൈൻ എന്ന് വിളിക്കുക. കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കണം, യൂണിറ്റിയും വേണം. ഓക്കെ, if the coefficients of a polynomial are of form of an integral domain, one can easily say that the polynomial equation in which the polynomial can be factored into linear factors in usual fashion by setting each factor equal to 0. പക്ഷേ ഇവിടെ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? അത് പറഞ്ഞ ഇതാണ്, R ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള R of X, എന്താ R of X? പോളിനോമിയൽ റിംഗ് വിത്ത് കോയിഫിഷ്യൻസ് ഫ്രം R. ഇതും തന്നെയായിരിക്കും ഒരു ഇൻ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഇൻ്റഗ്രൽ ഡൊമൈൻസിൻ്റെ എക്സാമ്പിൾസ് കാണാം. ഇപ്പോൾ ഇങ്ങനെ ആളെടുത്ത് നോക്കുക, അയാൾ ഇൻ്റഗ്രൽ ഡൊമൈൻ ആണോ അല്ലോ ചെക്ക് ചെയ്യുക. Z ക്രോസ് Z ക്രോസിൻ്റെ ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ എന്ത് വേണം? രണ്ട് എലമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് 0 ആവണം. പക്ഷേ അങ്ങനെ ആവുമ്പോൾ ഈ ഓരോ ടേം എന്തായി പറ്റുള്ളൂ? 0 ആയി പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാം? 0,R ഇൻറ്റു S,0 എടുക്കാം. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താ വരിക? ആദ്യത്തെ കോയിഫിഷ്യൻ്റ് 0യും S കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 0 കിട്ടും. രണ്ടാമത്തെ Rഉം 0 കൂടി മൾട്ടിപ്ലൈ ചെയ്യും 0 കിട്ടും. ദാറ്റ് മീൻസ് എന്താ? ഇത് A ഇത് B രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് 0 ആണ്. പക്ഷേ Aയും 0 അല്ല, Bയും 0 അല്ല അല്ലേ? വേറെ R നോട്ട് ഇവിടെ R നോട്ട് ഈക്വൽ 0 ഞാൻ എടുത്തിട്ടുള്ളത്, S നോട്ട് ഈക്വൽ 0 എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇപ്പോൾ സെറ്റ് ക്രോസ് സെറ്റ് എന്തല്ല? ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, സെറ്റ് ആൻഡ് സെറ്റ് പി ഫോർ എനി പ്രൈം പി ഫോർ ഇൻറ്റിജേഴ്സ് ഡൊമൈൻസ്. നമുക്കറിയാം സെഡ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്, ZP ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. ZN ജനറലി ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ല, എപ്പോഴും ഇൻ്റഗ്രൽ ഡൊമൈൻ ആവുള്ളൂ N പ്രൈം നമ്പർ ആവുമ്പോൾ മാത്രം. ഓക്കെ, അതായത് എന്താ? Z6 എടുത്താൽ Z6 ഇൻ്റഗ്രൽ ഡൊമൈൻ അല്ല. എന്തുകൊണ്ടാണ്? Z6നകത്ത് എന്തുണ്ട്? 2 × 3 ഉണ്ട്. 2 × 3 എന്താണ്? പ്രൊഡക്റ്റ് 6 ആ വരിക. 6 അഡീഷൻ മോഡിലോ 6 എടുത്ത് എന്താ വരിക? 0 ആണ്. സോ ദാറ്റ് മീൻസ് Z6 ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. ആരാ ഇൻ്റഗ്രൽ ഡൊമൈൻ ആവുക? Z6 ഇൻ്റഗ്രൽ ഡൊമൈൻ ആവില്ല. ZN എപ്പോഴാണ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആവുക? ZN ഇൻ്റഗ്രൽ ഡൊമൈൻ ആവണമെങ്കിൽ N ഈക്വൽ ടു എന്തായിരിക്കണം? P, where P is prime. ഓക്കെ, ഇനി ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് R ക്രോസ് S ഇസ് ടു ഇൻറ്റിജേഴ്സ് R ആൻഡ് S ഇസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ ഡൊമൈൻ. ആറും എസും അതായത് പറഞ്ഞാൽ എന്താ? ആറും എസും നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ ആലോചിക്കുക. സെറ്റ് ക്രോസ് സെഡ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്, രണ്ടാമത് സെഡ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. പക്ഷേ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായില്ല? ഇൻ്റഗ്രൽ ഡൊമൈൻ ആയില്ല. കാരണം നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു സൈഡിൽ 0 ആക്കിയിട്ട് R,0 × 0,S എടുക്കാം. ഓക്കെ,
ഷോ ദാറ്റ് although Z2 is an integral domain, the matrix Z2 of M2 of Z2 has divisors of 0. എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇവിടെ പറഞ്ഞാൽ എന്താ, Z2 എന്താണെന്നറിയാം, ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെന്നറിയാം. അവർ ചോദിക്കുന്നത് എന്താ, M2 of Z2, അതായത് മെട്രിക്സസ് വിത്ത് എൻട്രീസ് എവിടെ നിന്നാണ് Z2 എന്ന് എടുക്കുക. രണ്ട് മെട്രിക്സ് നമുക്ക് എങ്ങനെ എടുക്കാം, ഇങ്ങനെ മെട്രിക്സ് എടുക്കാം അല്ലേ, 1 0 0 0 0 1 0 0. ഇത് രണ്ടും എന്തല്ല, എയും ബിയും നോൺ സീറോ ആണ്, എയും നോട്ട് ഈക്വൾ ടു 0 ആണ്, ബിയും നോട്ട് ഈക്വൾ 0 ആണ്. പക്ഷേ അതിൻ്റെ പ്രൊഡക്റ്റ് എ ബി എന്താ പറഞ്ഞത്, പ്രൊഡക്റ്റ് എ ബി എന്താവുന്നുണ്ട്, 0 ആവുന്നുണ്ട് അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ മെട്രിക്സിൻ്റെ കളക്ഷൻ, ഓക്കെ, ഇവിടെ നിന്ന് കിട്ടുന്നൊരു ഐഡിയ ആലോചിക്കുക. മെട്രിക്സിൻ്റെ കളക്ഷൻ ജനറലി എന്തല്ല, ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവണമെന്നില്ല, ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരെ പറയുന്നത് MNR എന്താവണമെന്നില്ല, റിയൽ നമ്പേഴ്സ് എടുത്താലും കുഴപ്പമില്ല, MNRും എന്താവില്ല, MNRകളും എന്തൊന്നാവില്ല, ഇൻറ്റഗ്രൽ ഡൊമൈൻ ആവാൻ പോകുന്നില്ല. അടുത്ത് കാണിക്കാൻ പോകണം എന്താ, എവറി ഫീൽഡ് എഫ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. എവറി ഫീൽഡ് എഫ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ആദ്യം കാണിക്കാൻ പോകുന്നത് എന്താ, എല്ലാ ഫീൽഡും എന്താണെന്ന് കാണിക്കാൻ പോണേ, ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണെന്നാണ് കാണിക്കാൻ പോണത്. ഓക്കെ, ഫീൽഡ് ആണെന്ന് വെച്ചാൽ എന്താ പ്രത്യേകത, എന്താ ഫീൽഡ് എന്ന് ഓർമ്മ വരുത്തുക. എഫ് ഫീൽഡ് ആണെങ്കിൽ എന്താ, എഫിനകത്ത് രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, ഒന്ന് അഡീഷൻ ഓപ്പറേഷൻ ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഉണ്ടാവും. എന്ത് പ്രത്യേകത എന്താ, എഫ് അഡീഷൻ ഓപ്പറേഷൻ പ്രകാരവും എഫ് സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ പ്രകാരം എന്തായിരിക്കും, അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ. മാത്രമല്ല ഏത് എ നോട്ട് ഈക്വൾ ടു 0 എടുത്താലും എന്ത് എക്സിസ്റ്റ് ചെയ്യും, 1/a എന്ത് ചെയ്യുണ്ടാവും, അതിൻ്റെ ഇൻവേഴ്സ് എന്ത് ചെയ്യും, എഫിൽ ഉണ്ടാവും അല്ലേ. ഇനി എന്താണ് കാണിക്കേണ്ടത്, ഫീൽഡ് എടുത്തിട്ട് എന്താണെന്ന് കാണിക്കണം, ഫീൽഡ് എടുത്ത് അത് ഇൻറ്റഗ്രൽ ഡൊമൈനാണെന്ന് കാണിക്കണം. ഓക്കെ, ഇൻറ്റഗ്രൽ ഡൊമൈനാണെന്ന് എങ്ങനെ കാണിക്കുക, സപ്പോസ് എ ബി ഈക്വൾ ടു 0 ആണെന്ന് വിചാരിക്കുക. നമുക്ക് എന്താ കാണിക്കേണ്ടത്, ഒന്നുകിൽ എ ഈക്വൾ ടു 0 അല്ലെങ്കിൽ ബി ഈക്വൾ ടു 0 ആണെന്ന് കാണിക്കണം. എന്ത് വിചാരിക്കുക, സപ്പോസ് ദാറ്റ് എ നോട്ട് ഈക്വൾ ടു 0 ആണെന്ന് വിചാരിക്കുക. ഫീൽഡ് ആയതുകൊണ്ട് എ നോട്ട് ഈക്വൾ ടു 0 ആയ ആരുണ്ടാവും, 1/a എലമെൻറ്റ് ഓഫ് എവിടെ ഉണ്ടാവും, എഫിലുണ്ടാവും. രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എന്തുണ്ടാവും, 1/a ഇൻറ്റു എ ബി ഈക്വൾ ടു 1/a ഇൻറ്റു 0. ഇതെന്താ വരിക, 0 ആണ്. ഈ സൈഡിൽ എന്താ വരിക, ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം ഇത് എങ്ങനെ എഴുതാൻ പറ്റും, 1/a ഇൻറ്റു എ ഇൻറ്റു ബി എഴുതാം. എന്നുവെച്ചാൽ ആരെയും മാറും, ബി വരും. ദാറ്റ് മീൻസ് ബി ഈക്വൾ ടു 0. അപ്പോൾ എന്താ, എ നോട്ട് ഈക്വൾ ടു 0 ആണെങ്കിൽ ആരായി, ബി ഈക്വൾ ടു 0 ആണ്. സിമിലർലി എന്ത് ചെയ്യാൻ പറ്റും, എ ബി ഈക്വൾ ടു 0 ആണ്, ബി നോട്ട് ഈക്വൾ ടു 0 ആണെങ്കിൽ ആര് എക്സിസ്റ്റ് ചെയ്യും, 1/b എലമെൻറ്റ് ഓഫ് എഫ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എ ബി ഇൻറ്റു 1/b ചെയ്താൽ 0 ഇൻറ്റു 1/b വരും. എന്ന് വെച്ചാൽ എ ഈക്വൾ എന്തായി മാറും, 0 ആയി മാറും. ദാറ്റ് മീൻസ് അപ്പോൾ എന്താ കിട്ടിയത്, എ ബി ഈക്വൾ ടു 0 ഇവിടെ ആവണമെങ്കിൽ എന്താവണം, ഒന്നെങ്കിൽ എ ഈക്വൾ ടു 0 ആവണം ഓർ ബി ഈക്വൾ ടു 0 ആവണം. ദാറ്റ് മീൻസ് എവറി ഫീൽഡ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, ദാറ്റ് മീൻസ് എവറി ഫീൽഡ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ, ഇനി എല്ലാ ഇൻറ്റഗ്രൽ ഡൊമൈനും ഫീൽഡ് ആണോ, എന്താ ചോദ്യം, ഡസ് എവറി ഇൻറ്റഗ്രൽ ഡൊമൈൻ എ ഫീൽഡ്. ക്ലിയർലി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും, സെഡ് എന്താണ്, സെഡ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ആണ്, പക്ഷെ എന്തല്ല, സെഡ് ഈസ് നോട്ട് എ ഫീൽഡ്. അപ്പോൾ എന്താ കിട്ടിയ കാര്യം, ഇൻറ്റഗ്രൽ ഡൊമൈൻസിൻ്റെ കളക്ഷനേക്കാളും ചെറുതാണ് ആര്, ഫീൽഡുകളുടെ കളക്ഷൻ. അപ്പോൾ എല്ലാ ഇൻറ്റഗ്രൽ ഡൊമൈനും എന്താവില്ല, ഫീൽഡ് ആവില്ല. ഓക്കെ, പ്രൂഫ് ഇവിടെ വീണ്ടും പറഞ്ഞു, ഒന്നുകൂടി പറയാൻ മാത്രം. ലെറ്റ് എ കോമ ബി എലമെൻറ്റ് ഓഫ് എഫ് ആണ്. സപ്പോസ് ദാറ്റ് എ നോട്ട് ഈക്വൾ ടു 0 ആണ്, എ ബി ഈക്വൾ 0 എടുത്താൽ എയുടെ ഇൻവേഴ്സായി 1/a എക്സിസ്റ്റ് ചെയ്യും. സോ 1/a ഇൻറ്റു എ ബി ഇതാ 1/a ഇൻറ്റു 0 കിട്ടും, ഈക്വൾ ടു 0. സിമിലർലി 0 ഈക്വൾ ടു 1/a ഇൻറ്റു എ ബി, 1/a ഇൻറ്റു എ ഇൻറ്റു ബി, 1/b, b ഈക്വൾ ടു 0. സോ എ ബി ഈക്വൾ ടു 0 ഇംപ്ലൈസ് എ ഈക്വൾ ടു 0 ഓർ എ നോട്ട് ഈക്വൾ ടു 0 ഇംപ്ലൈസ് ബി ഈക്വൾ ടു 0 ഇൻ എഫ്. സോ എന്താണ്, മാത്രമല്ല എഫ് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനാണ് തന്നിട്ടുണ്ട്, ഫീൽഡ് ആയതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്നുള്ള ഉറപ്പാണ്. സോ നമുക്ക് എന്തായി, ഇത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി വിത്ത് നോ സീറോ ഡിവൈസസ് ആണ്. ദാറ്റ് മീൻസ് എന്താണ്, ദിസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. സോ എവരി ഫീൽഡ് ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. സോ ഇൻറ്റഗ്രൽ ഡൊമൈൻ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ എളുപ്പം എന്താ, ക്യൂ, ആർ, സി ഒക്കെ പറയാം എളുപ്പത്തിന്. ഓക്കെ, ഇവിടെ ചിത്രം വരച്ചിട്ടുണ്ടെന്ന് മാത്രം, എന്താണ്, അതായത് ഇങ്ങനെ ചിത്രം വരച്ചാൽ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകൾ എടുത്തിട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റീവ് റിങ്ങുകൾ ആയിരിക്കണം റിംഗ് വിത്ത് യൂണിറ്റി എന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിനകത്ത് എന്തുണ്ടാവില്ല, റിംഗ് വിത്ത് യൂണിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
രണ്ടും കൂടി കോമൺ ആയി വരുന്ന ആളുടെ അകത്താണ് എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി ഇൻ്റഗ്രൽ ഡൊമൈൻസ് ഉള്ളത്. അതിനും കോമൺ ആയിട്ടുള്ള ആളാണ് ആരാ വരാൻ പോകുന്നത്, ഫീൽഡായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, എന്താ പറഞ്ഞാലും ശ്രദ്ധിക്കുക, എല്ലാ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങിനകത്തും എന്തുണ്ടാവണമെന്നില്ല. നമുക്ക് എന്തറിയാം, കമ്മ്യൂട്ടേറ്റീവ് റിങ് അറിയാം. ഇപ്പോൾ 2Z അറിയാം, 2Zനകത്ത് എന്തില്ല, യൂണിറ്റി ആയിട്ടുള്ള 1 എവിടെ ഇല്ല, 1 2Zനകത്തില്ല. ദാറ്റ് മീൻസ് എല്ലാ കമ്മ്യൂട്ടേറ്റീവ് റിങ്ങും എന്തല്ല, റിങ് വിത്ത് യൂണിറ്റി അല്ല, അല്ലേ? സോ കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റിക്കും കമ്മ്യൂട്ടേറ്റീവ് റിങ്സിനും റിങ്സ് വിത്ത് യൂണിറ്റിക്കും ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടാവും. കാരണം രണ്ടിനും കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സെഡിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് റിങ്ങും ആണ്, റിങ് വിത്ത് യൂണിറ്റും ആണ്, അല്ലേ? അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി വിത്ത് നോ സീറോ ഡിവൈസസ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ എന്തായിരിക്കും, ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരാൻ പോകുന്നത്, നമ്മുടെ ഇൻവേഴ്സ് കൂടിയുള്ള ആൾക്കാരായിട്ടുള്ള ഫീൽഡ് വരാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് അപ്പോൾ ഫീൽഡിനേക്കാളും വലിയ സെറ്റാണ് ഇൻ്റഗ്രൽ ഡൊമൈൻസിൻ്റെ കളക്ഷൻ. ഇൻ്റഗ്രൽ ഡൊമൈൻസിനേക്കാളും വലിയ കളക്ഷനാണ് ആര്, റിങ് വിത്ത് യൂണിറ്റി. അതുപോലെ തന്നെ ഒരു സെറ്റാണ് കമ്മ്യൂട്ടേറ്റീവ് റിങ്സ്. ഓക്കെ, അടുത്ത് പറയാൻ പോകണം, നേരത്തെ ഞാൻ പറഞ്ഞു എന്താ, എല്ലാ ഇൻ്റഗ്രൽ ഡൊമൈനും എന്തല്ല, ഫീൽഡല്ല. പക്ഷേ എവറി ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. ഓക്കെ, എന്താ പറയാൻ പോണത്, എവറി ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഫീൽഡാണ്. നമ്മൾ കണ്ട ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ആരാ, സെറ്റ് പി എന്താവുന്നുണ്ട്, പക്ഷേ സെറ്റ് പി ഫീൽഡ് ആവുന്നുണ്ട്, അല്ലേ? ദാറ്റ് മീൻസ് അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം, നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാം. തന്നിട്ടുണ്ട്, ഇപ്പം ഡി ആണെന്ന് വിചാരിക്കുക തന്നിട്ടുള്ളത്. ഓക്കെ, ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡർ ഓഫ് ഡി ഈക്വൽ ടു സം എന്ന് എഴുതാൻ പറ്റും, അല്ലേ? ഇപ്പോൾ അതിൽ ആൾക്കാരെ ലിസ്റ്റ് ചെയ്യാം, അല്ലേ? 1 A1 A2 A3 എക്സെട്ര AN ലിസ്റ്റ് ചെയ്യാം, അല്ലേ? എവിടെ AN-1 എടുത്താൽ മതി, കാരണം അല്ലെങ്കിൽ AN എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ A1 ഇവിടുത്തെ A1 എന്താണെന്ന് പറയാം, 1 ആണെന്ന് പറഞ്ഞു വയ്ക്കാം. ഓക്കെ, A1 എന്താണെന്ന് പറയാം, 1 ആണെന്ന് പറയാം. ഇനി എന്ത് ചെയ്യാം, ഇതെന്നൊരു എലമെൻ്റ് എടുക്കുക. ഇനി ഒരാളെ എടുത്തു, അത് A എന്ന് വിളിച്ചു. ഇതിൽ ഏതൊരാളാണ്, ഈ AN-ലെ ഏതോ ഒരാളാണ് A. ആ A വെച്ച് മൊത്തത്തിൽ എല്ലാ ആൾക്കാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ സെറ്റ് കിട്ടുക, പുതിയ സെറ്റ് കിട്ടും. AA1 AA2 AA3 എക്സെട്ര AAN, അല്ലേ? ഈ A എന്ന് പറയുന്നത് ഇതിൽ ഏതോ ഒരാളാണ് കേട്ടോ. അതായത് ഏതോ ഒരു AI ആണ് എന്തെടുത്തിട്ടുള്ളത്, ഏതോ ഒരു AI ആണ് ആരായിട്ട് എടുത്തിട്ടുള്ളത്, AI നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ കിട്ടിയിട്ടുള്ള സെറ്റ് എന്താണെന്ന് നോക്കുക. കിട്ടിയിട്ടുള്ള സെറ്റ് ഇങ്ങനെ കിടക്കണേ, ആരാ, AA1 AA2 AA3 എക്സെട്ര AAN. ഇതിനകത്ത് എപ്പോഴാണ് AAI ഈക്വൽ ടു AAJ ആവുക? ഓക്കെ, നമുക്കറിയാം എന്ത്, അതായത് നമ്മൾ ചോദിക്കണേ ഈ N ആൾക്കാരും ഡിസ്റ്റിങ്ക്റ്റ് ആൾക്കാരാണോ എന്ന് ചോദിക്കണേ, ഡിസ്റ്റിങ്ക്റ്റ് ആണോ എന്ന് ചോദിക്കണേ. എന്ന് നമുക്കറിയാവുന്ന കാര്യം എന്താ, ഇൻ്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ട് ഇതിനകത്ത് എന്തുണ്ട്, ക്യാൻസലേഷൻ ലോ ഉണ്ട്. ഇഫ് AAI ഈക്വൽ ടു AAJ ആയ AA കട്ട് ചെയ്ത് എന്ത് പറയാൻ പറ്റും, AI ഈക്വൽ ടു AJ വരും. എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒരാളുടെ ആൾക്കാർ ഈക്വൽ ആവണമെങ്കിൽ എന്താവണം, അത് സെയിം ആളുടെ പ്രൊഡക്റ്റായേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ N ആൾക്കാരും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ ഇതൊരു എന്താണ്, ഇൻ്റഗ്രൽ ഡൊമൈൻ ആണ്. അപ്പോൾ അതിനകത്ത് എന്ത് ഓപ്പറേഷൻ കൂടി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഉണ്ട്, അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആയിരിക്കണം. മാത്രമല്ല കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി ആണ്, അല്ലേ? അതുകൊണ്ട് ഈ ആൾക്കാരുടെ എണ്ണം N ആൾക്കാരാണ് ഇതിനകത്ത് ഉള്ളത്, അല്ലേ? അപ്പോൾ ഈ N ആൾക്കാർ പിന്നെ മാറാൻ പാടില്ല. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ, ഈ AA1 AA2 എക്സെട്ര AAN ചെയ്യുമ്പോൾ ഇതിലേതെങ്കിലും ഒരാൾക്ക് 1 ആയേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്, 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഓൾറെഡി ആരുടെ അകത്തുണ്ട്, 1 എലമെൻറ്റ് ഓഫ് D ആണ്, അല്ലേ? അതുകൊണ്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈ ഡിയിലെ എലമെൻറ്റ്സിൽ വീണ്ടും A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇല്ലാതെ വരാൻ പറ്റില്ല അവിടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ. ദാറ്റ് മീൻസ് അപ്പോൾ സം AAJ ഈക്വൽ ടു 1 ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഈ എയുടെ ഇൻവേഴ്സ് ആണ് ആര്, AJ. എന്ന് വെച്ചാൽ ഏത് A നോട്ട് ഈക്വൽ ടു 0 എടുത്താലും അതിനെന്തുണ്ട്, A ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി ആണ്. ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താവും, ഒരു ഫീൽഡാവും. നമുക്ക് എങ്ങനെ എടുക്കണം, 0, 1, A1, A2 എക്സെട്ര AN എടുത്തു. ബൈ ദി എലമെൻറ്റ്സ് ഓഫ് ഫൈനൈറ്റ് ഡൊമൈൻ
ഡി. ഓക്കെ, 0 പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏതോ ഒരു എ 0 ആണ്, അതിൽ ഏതോ ഒരു എ 1 ആണ്, അത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളത്. ഓക്കെ, വി നീഡ് ടു ഷോ ദാറ്റ് എ എലമെൻറ്റ് ഓഫ് ടി എ നോട്ട് ഈക്വൾ ടു 0 എടുത്ത് ഞാൻ ഡയറക്റ്റ് സ്റ്റെപ്പ് ബി എലമെൻറ്റ് ഓഫ് ടി സെറ്റ് ദാറ്റ് എ ബി ഈക്വൾ ടു 1 കാണിക്കണം. അങ്ങനെയാണ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കുക. എന്താ കൺസിഡർ ചെയ്യണത്? എ ഇൻറ്റു ഒരു എ വെച്ച് എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തു. എ ഇൻറ്റു 1 എ 1 എക്സെട്ര എ എൻ. വി ക്ലൈം ദാറ്റ് ഓൾ ദി എലമെൻറ്റ്സ് ഓഫ് ഡി ആർ ഡിസ്റ്റിങ്ക്റ്റ്. എന്താ നേരത്തെ പറഞ്ഞാൽ എ ഈക്വൾ ടു എ ജെ ആണെങ്കിൽ എന്ത് വരും? ബൈ ക്യാൻസലേഷൻ ലോ ഇൻ്റഗ്രൽ ഡൊമൈൻ ആയതുകൊണ്ടുണ്ട്. അപ്പം എന്ത് കിട്ടും? എ ഐ ഈക്വൾ ടു എ ജെ പറയാൻ പറ്റും. സിൻസ് ഡി ഹാസ് നോട്ട് 0 ഡിവൈസേഴ്സ് നൺ ഓഫ് ദി എലമെൻറ്റ്സ് ഈസ് 0. അല്ലേ, 0 ഡിവൈസേഴ്സ് ഇല്ല. അതുകൊണ്ട് ഏത് എ ജെ എടുത്താലും എന്താവാൻ പറ്റില്ല. 0 ഒഴികെയുള്ള ബാക്കി ആൾക്കാരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, 0 വരില്ല. അല്ലേ, അപ്പോൾ വീണ്ടും കൗണ്ട് ചെയ്യുമ്പോൾ ഈ എലമെൻറ്റ്സ് എന്ത് തന്നെ ആവണം? വീണ്ടും ആ എൻ ആൾക്കാർ, അതായത് പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും എവിടെ തന്നെ ഉണ്ടാവും? ക്ലോസ്ഡ് ആയിട്ട് എവിടെ തന്നെ ഉണ്ടാവും? ഡിയിൽ തന്നെ ഉണ്ടാവണം. മാത്രമല്ല കൗണ്ട് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും ഡിസ്റ്റിങ്ക്റ്റായി വരണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തായി വന്നേ പറ്റുള്ളൂ? 1 തന്നെ ആയി വന്നേ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് മീൻസ് സം എ ഈക്വൾ ടു എന്ത് വരണം? 1 വരണം. ദാറ്റ് മീൻസ് എക്ക് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയ കാര്യം എന്താ ശ്രദ്ധിക്കുക? എവരി ഇൻഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈൻ ഈസ് എ ഫീൽഡ്. ഓക്കെ, അതിൻ്റെ കൊറോളറി എന്താ? ഇഫ് പി ഈസ് എ പ്രൈം സെറ്റ് പി ഈസ് എ ഫീൽഡ്. ഓക്കെ, സെറ്റ് പി ഇൻ്റഗ്രൽ ഡൊമൈനാണ് ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഫൈനൈറ്റ് ഇൻ്റഗ്രൽ ഡൊമൈനാണ് സെറ്റ് പി. അതുകൊണ്ട് സെറ്റ് പി എന്തായി മാറും? ഫീൽഡായി മാറും. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റിംഗ് ആണ്. നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം.